ഹായ്, വെൽക്കം ടു കലവറ. ഇന്നൊരു മസാലയാണ് ചെയ്യുന്നത്, ഗ്രീൻ ചിക്കൻ മസാല. അതിനുവേണ്ടി ബോണോടുകൂടിയ ചിക്കൻ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മല്ലിയില, 2 ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക്, ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. ചൈനീസ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 5 എടുത്തത്. നിങ്ങൾ ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ, നാടൻ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 10. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്താണ്. അങ്ങനെ 4 ഗ്രാമ്പു, ശരിക്കും 3 അതിൻ്റെ കണക്ക്. പിന്നെ ഒരു ഏലക്ക, കുറച്ച് കറിവേപ്പില. പിന്നെ പൊടികളൊക്കെ ഞാൻ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കണം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിൻ്റെ അടച്ച് വെച്ചേക്കാം ഒരു 15 മിനിറ്റ്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതിനോടൊപ്പം കുരുമുളക് പൊടി കയ്യിലില്ലാത്തവരാണെന്നതിൽ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് അരച്ചെടുക്കണം. പൊടിയുള്ളവരാണെങ്കിൽ അത് നമ്മൾ ചിക്കൻ വയ്ക്കുന്ന സമയത്ത് പൊടി അങ്ങ് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവോള, പുളിക്ക് നമ്മൾ ആ നാരങ്ങാ നീര് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം ചേർത്ത നാരങ്ങാ നീരില്ലേ, അത്. ഇത് നന്നായിട്ട് വാടണം. കറിവേപ്പില ആവശ്യം. ആവശ്യത്തിന് ഉപ്പ്. മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൂടെ നോക്കി വേണം ചേർക്കേണ്ടത്. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ. ഒരു 2 മിനിറ്റ് ചിക്കൻ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കണം. ഇതിൻ്റെ ഈ പച്ച മണമൊക്കെ ഒന്ന് മാറി തരണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് മിക്സി കഴുകിയ വെള്ളം, ഇതൊരു 1/4 കപ്പുണ്ട്. ഇത് കൂടാതെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളവും. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നാരങ്ങാ നീര് ഒഴിച്ചതല്ലേ, അപ്പോൾ അതും കൂടെ നമ്മൾ ആ ചിക്കൻ ഇതിലോട്ട് ചേർക്കുന്ന സമയത്ത് ചേർക്കണം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് തുറന്നിളക്കി കൊടുക്കണേ. ഈ സമയത്ത് ഉപ്പ് അരിയൊക്കെ ഒന്ന് നോക്കണം. അല്പം ഉപ്പും കൂടെ ചേർക്കണം. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യേണ്ടത്.
ഇനി ഇതിലേക്ക് തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. എരിവൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചേർക്കാം. എരിവ്, ഉപ്പ് ഇതൊക്കെ. ഇതിപ്പോൾ സാധാരണ രീതിയിലുള്ള എരിവായിരിക്കും. ഗ്രേവിക്ക് കുറച്ചുകൂടെ തിക്നെസ് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് കൂടെ ഇത് അടുപ്പിൽ വെച്ച് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അതുപോലെ മറിച്ച് ലൂസായിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതി. ഇത്രയും തിക്നെസ് വേണം. ഇത് നല്ല മല്ലിയിലയുടെ മണമാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഗ്രീൻ ചിക്കൻ മസാല റെഡിയായി. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അതുപോലെ ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ എങ്ങനെ ഇരുന്നു എന്ന് അറിയിക്കുക. Thanks for watching.